ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുന്നതിനായി അന്താരാഷ്ട്ര നയതന്ത്ര സമ്മേളനം നടത്താൻ UK ഈ ആഴ്ച അന്താരാഷ്ട്ര നയതന്ത്ര സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമർ അറിയിച്ചു. സമുദ്ര സുരക്ഷ പുനഃസ്ഥാപിക്കുന്നതിനും പ്രധാന എണ്ണ ഗതാഗത പാതയിലെ തടസ്സങ്ങൾ നീക്കുന്നതിനുമായി 35 രാജ്യങ്ങൾ ഇതിനകം തന്നെ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സമുദ്രയാത്ര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെയും നാവികരെയും കടത്തിവിടുന്നതിനും ആവശ്യമായ എല്ലാ നയതന്ത്ര നടപടികളും യോഗം വിലയിരുത്തുമെന്ന് സ്റ്റാർമർ വ്യക്തമാക്കി. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, നെതർലാൻഡ്സ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. നിലവിലെ യുദ്ധത്തിന്റെ ആഘാതം ഒരു തലമുറയെ തന്നെ ബാധിക്കുമെന്നും 1970കളിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം പ്രദേശം സുരക്ഷിതമാക്കുന്നതിനായി ഏകോപനം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയെ സഹായിക്കാത്ത രാജ്യങ്ങളെ വിമർശിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സ്റ്റാർമറുടെ ഈ നീക്കം. ഇറാനെതിരായ നീക്കങ്ങളിൽ സഹകരിക്കാത്ത രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് എണ്ണ കണ്ടെത്തണമെന്ന് ട്രംപ് പരിഹസിച്ചു. കടലെടുക്ക് തിരിച്ചുപിടിക്കാൻ ബ്രിട്ടനോടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്ത യുദ്ധത്തിൽ ചേരാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സ്റ്റാർമറും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. USഉം UKയും ദീർഘകാല സഖ്യകക്ഷികളാണെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും സ്റ്റാർമർ പ്രതികരിച്ചു. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിലെ നിലവിലെ പ്രതിസന്ധി ആഗോളതലത്തിൽ പണപ്പെരുപ്പത്തിനും ഊർജ്ജ പ്രതിസന്ധിക്കും ഇടയാക്കിയിരിക്കുകയാണ്. നാറ്റോയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് അമേരിക്ക ഗൗരവമായി ആലോചിക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ USന്റെ സൈനിക നടപടിയെ സഖ്യകക്ഷികൾ പിന്തുണയ്ക്കാത്ത സാഹചര്യത്തിലാണ് നാറ്റോയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുന്നതിനെ കുറിച്ച് താൻ ഗൗരവമായി ആലോചിച്ചതെന്ന് ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. ഈ സഖ്യത്തെ ഒരു കടലാസ് പുലി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. നാറ്റോയുടെ വിശ്വാസ്യതയെക്കുറിച്ച് തനിക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ഇസ്രായേലുമായി ചേർന്ന് US ഇറാനെതിരായി ആരംഭിച്ച സംഘർഷത്തിന് പിന്നാലെ ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. ഇത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ അസ്ഥിരതയുണ്ടാക്കിയിട്ടുണ്ട്. ഈ പാതയിലെ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യത്തെ വിന്യസിക്കണമെന്ന US ആവശ്യത്തെ നാറ്റോ സഖ്യകക്ഷികൾ നിരസിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. സഖ്യകക്ഷികൾക്കിടയിൽ പരസ്പര സഹകരണമില്ലെന്ന് ട്രംപ് വിമർശിച്ചു. യുക്രൈൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ സ്വയമേ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ അവർ ഞങ്ങൾക്ക് വേണ്ടി എവിടെയും ഉണ്ടായിരുന്നില്ല. മുൻകാല സംഘർഷങ്ങളിലെ പാശ്ചാത്യ പിന്തുണയെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു. US ഇസ്രായേൽ സൈനിക നീക്കത്തിൽ ചേരാതിരിക്കാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തിൽ UK നേതൃത്വത്തെയും ട്രംപ് കുറ്റപ്പെടുത്തി. നിങ്ങൾക്ക് ഒരു നാവികസേന പോലുമില്ല, നിങ്ങൾ പ്രായമേറിയവരാണ്, നിങ്ങൾക്ക് പ്രവർത്തിക്കാത്ത വിമാനവാഹിനി കപ്പലുകളാണ് ഉണ്ടായിരുന്നത്, കീർ സ്റ്റാർമറെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഈ വിമർശനം ആവർത്തിച്ചു. നാറ്റോയെ ഒരു ഏകപക്ഷീയമായ പാത എന്ന് വിളിച്ച അദ്ദേഹം US തങ്ങളുടെ പങ്കിനെ കുറിച്ച് പുനഃപരിശോധന നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.